നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത്ര നല്ല രാശിയല്ല സത്യാമ്മയെ കാണുന്നത്. ധനനഷ്ടം, മാനഹാനി, അപകീർത്തി, മനക്ലേശം എന്നിവയൊക്കെയാണ് മുന്നിൽ കാണുന്നത്. എന്താ തിരുമേനി അതിന് പരിഹാരം? പരിഹാരം എന്താണെന്ന് ആരായുന്നതിനു മുമ്പേ നിമിത്തം എന്താണെന്ന് അറിയണം സത്യാമ്മേ. എന്നാൽ പരിഹാരം എളുപ്പമാവും. നിമിത്തം എന്താണ്? പൂജകളും ഹോമങ്ങളും ഒക്കെ തന്നെ. എല്ലാം മുടങ്ങാതെ നടത്തുന്നുണ്ട് തിരുമേനി. പക്ഷേ ദൈവാധീനം കാണുന്നില്ലല്ലോ സത്യാമ്മേ. അതെന്താ തിരുമേനി? ശാപങ്ങളും കണ്ണീരും ഒരുപാടുണ്ട് ആ വീടിനുമേൽ. ഒരു വിളക്ക് കത്തിച്ചിട്ട് ഇരുമ്പുമറ ഇടുന്നത് പോലെയാണ് സത്യാമ്മ ചെയ്യുന്ന ഹോമങ്ങളും പൂജകളും. ഇക്കണക്കിന് പോയാൽ വൈകാതെ ചവിട്ടി നിൽക്കുന്ന മണ്ണുകൂടി സത്യാമ്മയ്ക്ക് നഷ്ടമാകും. വാസസ്ഥലം ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വരും. അവിടെയും സമാധാനം കിട്ടില്ല. ശിഷ്ടജീവിതം കഷ്ടമാകും. പൂജകളും ഹോമങ്ങളും ഒന്നും ഫലം കാണാത്തതിന് കാരണം എന്താണെന്ന് തിരുമേനി പറഞ്ഞ? തുറന്നു പറഞ്ഞാൽ കണ്ണീരുണങ്ങിപ്പിടിച്ച പണം കാണിക്കയിട്ടാൽ ദൈവപ്രസാദം ഉണ്ടാകില്ല സത്യാമ്മേ. ശാപവും കണ്ണീരുമൊക്കെ ഏതൊക്കെയെന്നും എന്തൊക്കെയെന്നും എനിക്ക് പറയാനാവില്ല. അത് സത്യാമ്മ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. എന്നെ കൊണ്ടുപോലെന്ന് പറ മോളെ. മകനെ കാണാതെ അലഞ്ഞോണ്ട് തന്നെയാവും നിങ്ങളുടെ ചാവ്. ഒരു കൈക്കുഞ്ഞിനെ ആ വീടിന്റെ പടിയിറക്കി തെരുവിലേക്ക് വിട്ടിട്ടുണ്ടല്ലേ? ആ കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ പിറന്നതും സത്യാമ്മയുടെ അമ്മയുടെ പേരിട്ടതും യാദൃച്ഛികമല്ല സത്യാമ്മ. ശ്രീപാർവതി എന്ന പേര് മാത്രമേ അവൾക്കിണങ്ങൂ. സത്യാമ്മയുടെ അമ്മയുടെ ആത്മാംശം അവളിലുണ്ട്. അവളെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ സത്യാമ്മ സ്വന്തം അമ്മയെ അരമനയിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടതുപോലെയായി. അന്നം കഴിക്കാൻ പ്രായമെത്താത്ത പ്രായത്തിൽ പടിയിറക്കപ്പെട്ട കുഞ്ഞ് ഒരു രാത്രി ഒരു തുള്ളി പാലിനായി കരഞ്ഞ് നിലവിളിച്ച് ഒരമ്പലത്തിൽ കഴിയേണ്ടി വന്നു. മറ്റെല്ലാ ശാപങ്ങളും കണ്ണീരും ദൈവം മറന്നാലും ഇത് പൊറുക്കില്ല സത്യാമ്മ. തിരുമേനി ഇതിന് പരിഹാരമായൊന്നുമില്ലേ? പരിഹാരം ഒന്നേ ഉള്ളൂ. തെരുവിലേക്ക് ഇറക്കിവിട്ട കുഞ്ഞിനെ തിരികെ ആനയിച്ച് മനസാ വാചാ മാപ്പു പറഞ്ഞ് അന്നം കൊടുക്കണം. കുട്ടിയുടെ ചോറൂൺ ചടങ്ങ് നടന്നിട്ടില്ലല്ലോ. ഓ ഇല്ല തിരുമേനി. പക്ഷേ കടലുപോലെ കറുത്ത കാലമാണ് സത്യാമ്മയെ മുന്നിൽ. അതിനെ മറികടക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു പോംവഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.